ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ്. അപ്പം പുതിയ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലെ എറണാകുളത്തു നിന്ന് ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം മെയിൻ കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡ്കാസ്റ്റ്, ഇന്ന് എനിക്കൊരു ബോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് 3 പേരുണ്ട് ബോഡ്കാസ്റ്റിനകത്ത്. ഞാനും പിന്നെ ദേവിക ദേവു എന്ന് പറയുന്നൊരു സിംഗറും പിന്നെ ഷെബിൻ ഏഞ്ചൽ സോങ് റൈറ്ററും പിന്നെ അത് പോസ്റ്റ് ചെയ്തത് നമ്മുടെ ഇന്ദ്രത്തണ്ണൻ ബീഫർ ബ്ലാഡ്സിന്റെ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ. ഇതാണ് അംജു നിസാം ഇതാണ് വന്നേക്കുന്നത്. അപ്പം ഷിബിന് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിബിന് നമ്മുടെ സോങ് റിയാക്ട് ഈ പാട്ടിനും വീഡിയോക്കൊക്കെ സോങ് റിയാക്ട് ചെയ്യുന്നതിന് അവനാണ്. അപ്പൊ അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവന്റെ ബ്ലോഗിനകത്തും കയറണം, എന്റെ ബ്ലോഗിനകത്തും കയറണം. പിന്നെ ദേവിക ഡയറക്റ്റ് നമ്മുടെ ഇന്റർവ്യൂ അവിടെ സ്ഥലത്തോട്ട് വന്നോളും. അപ്പൊ ഇനി അവിടെ ചെല്ലണം. ഇനി അവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇനി കാണാം. അങ്ങനെ നമ്മുടെ ഷിബിൻ മോൻ അറേബ്യ ചെയ്തിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? മടുത്ത രാവിലെ ഇറങ്ങി ബ്രോ. നമ്മള് പൊളിക്കും. നമ്മളിന്ന് പൊളിച്ചിരിക്കും. അപ്പൊ നമ്മുടെ കൂടാണ്ട് ഷിബിന്റെ കൂട്ടുകാരൻ എന്താണ് പറയാനുള്ളത്? എറണാകുളത്ത് തോന്നുന്നു എന്നെ കൊണ്ടുവരാനായിട്ട്. അതാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയാണ് അത്. എങ്ങനെയുണ്ട്? അടിപൊളി. യാത്രയൊക്കെ എങ്ങനെയുണ്ട്? സെറ്റായിരുന്നു. മഴ ദേവിക എവിടുന്ന്? അവൾ എറണാകുളം ആയുള്ളൂ. അപ്പം ഫുഡ് കഴിക്കാം. ഓക്കെ ബ്രോ. അപ്പം അവൻ നേരത്തെ വന്നപ്പോ അവന് മുടിയൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്താണ് പറയാനുള്ളത്? സന്തോഷം, ഹാപ്പി. നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് അല്ലേ? ഇവന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ പറഞ്ഞു എന്തൊക്കെയാണ്? നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്ന സോങ് റിയാക്ഷൻ ആണ്. വേറെ ആരും അങ്ങനെ സോങ് റിയാക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ല, മേ ബി അങ്ങനെ ആരും ഇല്ലല്ലോടാ. സോങ് റിയാക്ഷൻ ഫസ്റ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരാൾ കൂടെ വരുന്നുണ്ട്, ദേവിക. അവക്ക് എത്ര നമ്മളെക്കാട്ട് കൂടുതലോ? അയ്യോ ആണോന്നോ? അവള് 1,00,000 100K അടിച്ചു മിനിഞ്ഞാന്ന്. 100K അടിച്ചു. ഭയങ്കര ഹാപ്പി. അവളും ഉണ്ട്, ഞാനും ഉണ്ട്, ഷെബിൻ ബ്രോയും കാണും. അപ്പം ഞങ്ങള് 3 പേരും കൂടെ ആയിരിക്കും ബോഡ്കാസ്റ്റ് ഇനി തകർക്കുന്ന എല്ലാരും ബീഫർ ബ്ലാഡ്സിന്റെ ബോഡ്കാസ്റ്റ്. അപ്പം ഇനി അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഉമ്മ. കണ്ടാ ബ്ലോഗും എല്ലാം ബ്ലോഗ് കൂട്ടുമുട്ടുന്നു. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അതാണ് നല്ല അടിപൊളി ഇറച്ചിക്കറി, നല്ല ചോറ്. എങ്ങനെയുണ്ട്? ഫുഡ് ഒക്കെ കൊള്ളാം? കഴിച്ചില്ല ബ്രോ. കാണുമ്പോ അടിപൊളി ബ്രോ. ഫുഡ് സെറ്റ് ചെയ്യാൻ വേണ്ട നല്ല അടിപൊളി ചോറ്, നല്ല അടിപൊളി ഇറച്ചി ഇങ്ങനെ എടുത്തിട്ട് ചോറിനകത്ത് ഇങ്ങനെ മുക്കണം. നല്ല അവിയൻ്റെ ഒരു പീസ് കഷ്ണം എടുത്ത ഒരു പീസ് കഷ്ണം എടുത്തിട്ട് ഞാൻ അതിടണം. പിന്നെ അച്ചാറ്, പുളിശ്ശേരി ഇങ്ങനെ കുഴച്ചിട്ട് നേരെ അങ്ങോട്ട് കാണിക്കണം. എങ്ങനെയുണ്ടോ ഫുഡ്? ഫുഡ് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ അച്ചാർ എങ്ങനെയുണ്ട്? ഞാൻ ഒരു അച്ചാറിനെ പറ്റി പറഞ്ഞാൽ ഇത് കഴിക്കണം. നല്ല എപ്പോൾ കഴിച്ചു കാണിച്ചു തരാം. ഓ, എന്തായാലും കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങുകയാണ് ഗൈസ്. എനിക്ക് ഒരുങ്ങി തരുന്നത് എൻ്റെ ഷെബിൻ ബ്രോ. നല്ലോണം മുടി നല്ലോണം ആക്കണം. അങ്ങനെ നമ്മളങ്ങനെ ഇവിടാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഇന്റർവ്യൂ അല്ല ബോഡ്കാസ്റ്റ്. എന്റെ കോസ്റ്റ്യൂം കാണിച്ചു കൊടുത്താൽ എന്റെ കോസ്റ്റ്യൂം ഗൈസ് മാറിക്കല്ല റോഡ്. ഇതാണ് എന്റെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ കോസ്റ്റ്യൂം അവന്റെ കോസ്റ്റ്യൂം വേണ്ട. അവന്റെ കോസ്റ്റ്യൂം ഇതാണ് ഗൈസ്. അപ്പം മറ്റോള് ഇതുവരെ വന്നിട്ടില്ല. അവള് വരുമ്പോഴത്തേക്ക് ഇനി കാണാം. ഞങ്ങളുടെ ഇവിടുത്തെ ബീഫോറിന്റെ മാനേജറാണിത്. അപ്പം നമ്മളെ എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കില്ലേ ഇപ്പം എടുത്തുള്ളാണ്ട് വെറുതെ ഇവിടെ ബ്ലോഗായിട്ടിരിക്കും. നമ്മുടെ ദേവിക ഇതുവരെ എത്തിയിട്ടില്ല. ദേവിക ഓൺ ദ വേ ആണ്. അപ്പം ദേവിക ഇങ്ങനെ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് ഇനി ദേവികയും കൂടെ കാത്തിരിക്കണം. പിന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ വന്നിട്ടില്ല. ഇവനല്ല, ഇത് നമ്മുടെ നേരത്തെ കണ്ട ആൾ തന്നെ. അപ്പം ഇവിടെ വെച്ചാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഇന്റർവ്യൂ അല്ല, ബോഡ്കാസ്റ്റ് എടുക്കുന്നത്. ഇതിനകത്തൂടെ ആയിരിക്കും ഇനി നമ്മുടെ മോന്തേ കാണാൻ പോകുന്നത്. ഓക്കെ, എന്തുണ്ട്? എങ്ങനെയുണ്ട്? പൊളിക്കല്ലേ? നമ്മള് പൊളിക്കും. ഇവിടെ അടി എവിടെ ഇരിക്കണമെന്ന് ഒരുത്തിക്ക് അവിടെ അല്ലാണ്ട് അവൻ്റെ കൂടെ അവന് ഇല്ലെങ്കിലും അവൻ അവിടെ ഇരിക്കണമെന്ന് ഇന്റർവ്യൂവിനകത്ത്. അപ്പൊ നമ്മളവിടെ ഇവിടെ ഇരിക്കും, അവളിവിടെ ഇരിക്കും, ഞാനിവിടെ ഇരിക്കും, ഹോസ്റ്റ് ചെയ്യുന്ന ഇന്ദ്രത്തണ്ണ അവിടെ ഇരിക്കും. അങ്ങനെ ആയിരിക്കും നടക്കുന്ന. നമ്മളെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം ഇന്റർവ്യൂ ടൈം അല്ലേ, പൊളിക്കും. നമ്മൾ പോഡ്കാസ്റ്റ് പൊളിക്കും. കണ്ടോണ്ടിരിക്കുന്നവൻ പറയും പൊളിക്കും അല്ലേടാ? പറ വെച്ചാ പൊളിക്കുമെന്ന്. പൊളിക്കും. പോസ്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ സ്വന്തം ഇന്ദ്രനെ എത്തിയിട്ടുണ്ട്. അന്ന എന്താ പറയാനുള്ളത്? പൊളിക്കാം നമുക്കല്ലേ പോഡ്കാസ്റ്റ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇത് ബ്ലോഗിനകത്ത് പ്രിപ്പയർ ആക്കി വെച്ചേക്കല്ല. ദേവ് വന്നിട്ടില്ല. അജയ് സാർ അങ്ങോട്ട് പോയി. അപ്പൊ എന്തായാലും വരട്ടെ. ഇവിടെ
ദേവി വന്നിട്ട് ദേവി എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് പോഡ്കാസ്റ്റ് അല്ലയോ? ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. എന്താ പറയാനുള്ളത്? എന്താ എന്ത് പറയാനാ? ഇതിനകത്ത് എന്തോ അവള് മൊത്തം കിളി മാറി നിൽക്കും. എന്ത് വട്ടറടിച്ചില്ലേ? ഇനി കഴിഞ്ഞിട്ട് ഇതാരാ? ഇത് എന്റെ അങ്കിളാണ്. അങ്കിളാണ്. ഓക്കെ. ഇനി എന്തൊക്കെ നടക്കുന്നത് ഇവിടെ ഫുള്ള് കിടിലായിരിക്കും. കോണ്ടന്റിലെ തന്നെ സെറ്റ് ആയിരിക്കും ഇവിടെ. എന്തെക്കാളും ഇവിടെ ഊക്കാൻ വേണ്ടി മാത്രം ഞങ്ങള് വന്നേക്കുന്നു. ഷെബിനെ എന്താണ് കൊല്ലട്ടെ നിന്നെ വേണ്ട, ഞാൻ പാവാണ്. പാവാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാലും തുടങ്ങാനായില്ല. നമുക്ക് റീൽ ചെയ്തിട്ട് തുടങ്ങാല്ലേ ഫസ്റ്റ് തന്നെ? പിന്നല്ല, ഇവനുള്ള പെണ്ണുങ്ങടെ മാത്രമല്ല എടുക്കുന്നത് അല്ലേ? ഇവൻ റിയാക്ട് ചെയ്യാൻ കണ്ടിട്ടുണ്ട് എല്ലാ പെണ്ണുങ്ങളുടെ ബോയ്സ് ഉണ്ട്. മറ്റേ അനാൻഷന്റെ ഒക്കെ ഈ പാവാണ്, വിട്ടുകൊടുക്ക്. നമ്മളൊക്കെ ഒരു കാര്യം നമ്മളൊക്കെ ഒരു പാട്ട് പഠിക്കാൻ അവന്റെ കാലും കയ്യും പിടിക്കണം. അതാ എന്തൊക്കെയാലും ഇനി റീൽ ചെയ്തിട്ട് തുടങ്ങാം. നമുക്ക് റീൽ ചെയ്യാം ഫസ്റ്റ്. അവരവിടെ വ്ലോഗ് നമുക്ക് പാട്ട് നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ. കനവിലെ കള്ളൻ ഞാനല്ലേ, പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേരത്തെ ചെമ്പരുന്നല്ലേ, നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. ഇപ്പോഴും പിണക്കം മാറിയില്ല. നിങ്ങളുടെ പിണങ്ങിയിരിക്കുന്ന ആൾക്ക് അയച്ചു കൊടുത്തു കേട്ടോ. ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കണേ. പിണക്കമാണോ എന്നോടിണക്കമാണോ, ചെറുതായിട്ട് അടുത്ത് വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ, മിടുക്കി പ്രാവിൻ നെഞ്ചം മിടിപ്പ് പോലെ തുടിച്ച് ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞോടെ, കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ. സൂപ്പർ. അല്ല നിർത്താൻ പറഞ്ഞല്ലേ, എനിക്ക് ഇംപ്രസ് ആയി. എന്തായാലും പറയാം, ഞാൻ എന്തായാലും പറഞ്ഞു. റിയാക്ഷൻ അവിടെ നിന്ന് പക്ഷേ ഞാൻ എന്തിനാ എനിക്ക് പിണക്ക് വിളായിട്ട്, എനിക്ക് വിളായിട്ട് പിണക്കില്ല. അപ്പം ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇന്റർവ്യൂ നൈസാണ് ഗൈസ്, കുറേ ചിരിച്ചു. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര മോശമായിരുന്നു, പക്ക. അപ്പം നമുക്ക് ഔട്ട് വെക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.